നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ സിനിമയിലും സജീവമാണ്. സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധേയാവുന്നത്. എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ 2ാം സീസണിൽ മത്സരിച്ചതിന് ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു. നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെ പുറം ലോകം അറിയുന്നത്. നടി, അവതാരക എന്നതിലുപരി നർത്തകിയും ഗായികയും ഒക്കെയാണ് വീണ. തട്ടിമുട്ടിയും എന്ന സിറ്റേകോമിൽ ചെയ്ത വേഷമേറെ ശ്രദ്ധ നേടി. കോമഡി അനായാസം ചെയ്യാൻ കഴിയുന്ന ഒരു ചുരുക്കം നടിമാരിൽ ഒരാളുമാണ് വീണ നായർ. വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രവും ഹിറ്റായി. സോഷ്യൽ മീഡിയയിൽ വീണ സജീവമാണ്. സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട നടിയാണ് വീണ. നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ബിഗ് ബോസ് ഷോയിലൂടെ പുറം ലോകം അറിയുന്നതും. ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നുവെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതം ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് നടി. ജീവിതം വളരെ ചെറുതാണ്, കിട്ടുന്ന ഓരോ നിമിഷവും മനോഹരമാക്കണം എന്നാണ് ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും വീണ കുറിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വീഡിയോയ്ക്കൊപ്പമാണ് വീണയുടെ പോസ്റ്റ്. എല്ലാം ആസ്വദിക്കുക, ഓരോ നിമിഷവും ഓരോ സാഹചര്യവും, കാരണം ജീവിതം വളരെ ചെറുതാണ് എന്നാണ് വീണ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, ഹാപ്പിയായി ജീവിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് പിന്തുണകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. വീണ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നവർ അത് എവിടെയാണെന്നും ചോദിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ നിരന്തരം പങ്കുവച്ചു വരികയാണ് വീണ. നെറുകിൽ സിന്ദൂരവും വേദന മറച്ചുവെച്ചുള്ള ചിരിയുമുള്ള ഓരോ ഫോട്ടോയ്ക്കും പഴയകാല പാട്ടുകളാണ് ബാക്ക്ഗ്രൗണ്ടായി നൽകുന്നത്. വേദനകൾ മറന്ന് മുന്നോട്ട് വരാൻ വീണയെ ആശ്വസിപ്പിക്കുന്നതാണ് കമന്റുകൾ. ജീവിതത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സമയത്ത് അനുഭവിച്ച വേദനകളെക്കുറിച്ച് വീണ നേരത്തെ പല അഭിമുഖങ്ങളിൽ സംസാരിച്ചിരുന്നു. അക്കാലത്ത് ഭർത്താവിന്റെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിവാഹമോചനം സംഭവിച്ചതിന് ശേഷം മകനൊപ്പമുള്ള ജീവിതം കഴിയുന്നത്ര ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയാണ് വീണ. ഷൂട്ടിംഗും യാത്രകളുമായി തിരക്കിലാണ് നടി. RJ അമനാണ് വീണയുടെ ഭർത്താവ്. ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. കുറച്ചു കാലമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് വീണ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. മുൻപൊരു അഭിമുഖത്തിൽ ഭർത്താവിനെ കുറിച്ചും ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ വീണ പറഞ്ഞിരുന്നു. നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം. കുറെ നല്ല ഓർമ്മകളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. ആ സിറ്റുവേഷൻ വരുമ്പോൾ ഓർക്കാറുണ്ട്. നമ്മുടെ ലൈഫിലെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ആ ഒരു സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓർക്കാറുണ്ട്. ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോകില്ല. അത് ഞാനും ഓർക്കാറുണ്ട്. തീർച്ചയായും അമ്പാടിയുടെ അച്ഛനും ഓർക്കുന്നുണ്ടാകും. ബിഗ് ബോസ് ലൈഫിൽ തിരിച്ചടി കിട്ടാൻ കാരണമായി എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനും വീണ മറുപടി പറഞ്ഞിരുന്നു. ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. ഫാമിലി ലൈഫിന്റെ കാര്യമാണല്ലോ ചോദിച്ചത്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. ചിലപ്പോൾ പലരും ഇടപെട്ട് സോൾവായി പോവാറുണ്ട്, ചിലത് പോവാറില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് ആളിക്കത്തും. ഒരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പോഴേക്കും സമയം കടന്നു പോയിട്ടുണ്ടാകുമെന്നും വീണ പറഞ്ഞു.